ഹലോ വെൽക്കം ബാക്ക് ടു എം വി മലബാർ. ഇന്ന് നമ്മൾ ഗുലാബ് ജാമുൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻറ്റ് ഗുലാബ് ജാമുൻ. ഇപ്പോൾ വീട്ടിൽ ബ്രെഡ് ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇത് ചെയ്ത് നോക്കാം. വളരെ എളുപ്പമാണ്, അതേസമയം വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ ഈ ഗുലാബ് ജാമുൻ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ റെസിപ്പിക്കായിട്ട് ഞാനിവിടെ 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചില്ലേ, ഞാൻ ഈ ബ്രെഡിൻ്റെ സൈഡിലുള്ള ബ്രൗൺ നിറത്തിലുള്ളതൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമില്ല. ആ ബ്രൗൺ നിറത്തിലുള്ള സൈഡ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് ഗുലാബ് ജാമുൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടൊക്കെ കിട്ടും. പക്ഷെ കാണാനായിട്ട് ഒരു ലുക്ക് ഉണ്ടാവില്ല. അതിൻ്റെ ഉൾവശം ഇങ്ങനെ ഒരു ബ്രൗൺ നിറത്തിലാകും ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് ബ്രെഡിൻ്റെ സൈഡ് വശം ആവശ്യമില്ല. ബ്രെഡ് ഇവിടെ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പാല് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പാല് ചേർത്തിട്ട് നമ്മൾ ഈ പുട്ടുപൊടിയൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കുക. നമ്മൾക്ക് ചില വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളിങ്ങനെ മാവ് പരുവത്തിൽ കുഴച്ചെടുക്കും. പക്ഷെ അതിനേക്കാളും ഒന്നും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയത് നമ്മൾ ഈ ബ്രെഡ് ഒന്ന് ജസ്റ്റ് നനച്ചെടുക്കുക. അതായത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ട് ഞാനിതൊന്ന് നനച്ചെടുക്കുന്നുണ്ട്, പുട്ടുപൊടിയൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ. എന്നിട്ട് എല്ലാ സൈഡും ഒരേപോലെ നനഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഉരുളകളാക്കാൻ പറ്റുന്ന വിധത്തിലാണെങ്കിൽ ഇത് പെർഫെക്റ്റ് ആയിട്ട് ആയി എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾ 5 സ്ലൈസ് ബ്രെഡ് എടുക്കുകയാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ പാല് ഇതിലേക്ക് മതിയാകും. എന്നിട്ട് നമ്മുടെ 2 കൈകളും യൂസ് ചെയ്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നമ്മളിത് ഉരുളകളാക്കി മാറ്റണം. ഒരു കാര്യം, നിങ്ങൾ പാല് ചേർത്തിട്ട് നമ്മുടെ ബ്രെഡ് കുഴച്ചെടുക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും പാലെത്തിയെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. എല്ലാ സൈഡിലേക്കും ഒരേപോലെ പാല് കിട്ടണം. അപ്പോൾ നമുക്ക് ഇതേപോലെ കൈകൾ വെച്ചിട്ട് ഇത് ബോൾ ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ബോൾ ഷേപ്പിലാക്കി എടുക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. ഞാൻ ഇതുപോലെ തന്നെ എല്ലാം അങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കുഴച്ചെടുക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞ ഇൻസ്ട്രക്ഷനൊക്കെ അതേപോലെ ഫോളോ ചെയ്തിട്ട് നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബോൾ തയ്യാറാക്കിയെടുക്കണം. എന്നാലാണ് നമ്മുടെ ഗുലാബ് ജാമുൻ ശരിയായിട്ട് വരുള്ളൂ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കലാണ്. അപ്പോൾ ഒരു പാനിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കണം. ഇതിങ്ങനെ ഒറ്റനൂൽ പരുവാകുന്നത് വരെയൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് തിളച്ചാൽ മതിയാകും. ഇനി ഇതിലേക്ക് ഞാൻ 3 ഏലക്ക ചേർക്കുന്നുണ്ട്. ഈ 3 ഏലക്ക ഇതിലേക്ക് നിർബന്ധമാണ്. ഏലക്കൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഈ ഷുഗർ സിറപ്പിലേക്ക് ഇറങ്ങി വരണം. അപ്പോൾ അതിൻ്റെ പേരിലാണ് 3 ഏലക്ക ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഷുഗർ സിറപ്പ് റെഡി ആകുന്ന നേരം കൊണ്ട് നമുക്ക് വേറൊരു പാൻ എടുക്കുക. അതിലേക്ക് അത്യാവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് അവിടെ നിന്ന് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബ്രെഡിൻ്റെ ബോൾസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ബോൾസ് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മീഡിയം തീയിൽ വെച്ചിട്ട് വേണം ഇത് ചൂടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഓരോരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വളരെ കുറഞ്ഞ എണ്ണയിലൊക്കെ ഇത് പൊരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ സൈഡും ഒരേപോലെ അങ്ങ് കുക്കായിട്ട് കിട്ടില്ല. അപ്പോൾ ഒരു സൈഡ് കരിഞ്ഞിട്ടൊക്കെ ആവും നമുക്ക് കിട്ടുക. അപ്പോൾ അത്യാവശ്യം എണ്ണയിൽ വേണം നമ്മളിത് പൊരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു 5 ബ്രെഡ് വെച്ചിട്ട് നമുക്ക് 9 ബോൾസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ വേണമെങ്കിൽ ബ്രെഡിൻ്റെ അളവ് നിങ്ങൾ കൂട്ടിയെടുത്താൽ മതിയാകും. ബ്രെഡ് ഇട്ടിട്ട് നമ്മളൊരു 2-3 സെക്കൻഡ് ആകുമ്പോൾ തന്നെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. ഈ ഓയിലിട്ടിട്ട് തന്നെ എല്ലാം ഒന്നങ്ങ് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഫോർക്ക് യൂസ് ചെയ്തപ്പോൾ നമ്മുടെ മാവ് അധികം കുക്കായിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ മാവ് ഇങ്ങനെ പൊടിയുന്ന പോലെ തോന്നി. അപ്പോൾ നിങ്ങൾ ഫോർക്കിന് പകരം ഒരു സ്പൂണോ അല്ലെങ്കിൽ ഇതിൽ കാണുന്ന പോലെ ഒരു മരത്തിൻ്റെ തവിയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് പൊടിയാതെ കിട്ടും. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കുറച്ച് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ സൈഡും ഒരേപോലെ ആക്കിയെടുക്കണം. കാരണം നമുക്ക് ഈ ബോളിൻ്റെ എല്ലാ സൈഡും നമുക്ക് സെയിം കളറിലായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ എപ്പോഴും ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പൊരിച്ചെടുക്കുമ്പോൾ തീയിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ 3 മിനിറ്റ് വളരെ കുറഞ്ഞ തീയിൽ വെക്കുക.
പിന്നീട് 2 മിനിറ്റ് നമുക്ക് മീഡിയത്തിലേക്ക് മാറ്റാം. മീഡിയത്തിനേക്കാളും ഒരല്പം കുറഞ്ഞ തീയിലാക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ കൈവിടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ട് എല്ലാ സൈഡും ഒരേപോലെ നമ്മൾ കുക്ക് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ഗുലാബ് ജാമുൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഉടനെ തന്നെ നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റാം. അല്ലെങ്കിൽ ഇതിൻ്റെ കളറ് മുഴുവനായിട്ട് മാറും. മാത്രമല്ല ബ്രെഡാണ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുന് ഒരു കരിഞ്ഞ ടേസ്റ്റാകും കിട്ടുക. അപ്പോൾ എല്ലാം ഞാൻ ഈ എണ്ണയിൽ നിന്ന് മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിത് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ചുളിവുകളൊക്കെ കാണും അതിന് പുറമെ. അത് നമ്മൾ ഷുഗർ സിറപ്പിലിട്ട് കഴിഞ്ഞാൽ അതൊക്കെ റെഡി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഈ ബോൾസ് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചാൽ മതിയാകും. അങ്ങനെ ഒറ്റനൂൽ പരിവാകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ആ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബോൾസ് എല്ലാം ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് വളരെ കുറഞ്ഞ തീയിൽ നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബോൾസ് നല്ല സോഫ്റ്റ് ആവാനും പിന്നെ പെട്ടെന്ന് തന്നെ ഷുഗർ അതിലേക്ക് പിടിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. 5 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മിനിമം 1 മണിക്കൂറെങ്കിലും നമുക്ക് ഈ ബോൾസ് ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്തിട്ടൊന്ന് വെക്കാം. അപ്പോൾ ഇതാ 1 മണിക്കൂറിന് ശേഷം നമ്മുടെ ജ്യൂസി ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഗുലാബ് ജാമുൻ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. അപ്പോൾ ബ്രെഡ് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നമുക്കൊരു 3 ദിവസം വരെ നമുക്കിത് സൂക്ഷിക്കാം. ഫ്രിഡ്ജിലാണെങ്കിലും നിങ്ങൾക്കിത് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ സ്വീറ്റ് റെസിപ്പി അല്ലേ ഇത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. കാരണം ഞാൻ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതിയാകും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്